തുടരുമ്പോൾ ബി.ജെ.പി നേതാവ് ശ്രീ ടി.പി. ജയചന്ദ്രൻ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യണം, പ്രിയങ്ക ഗാന്ധിയെ ചോദ്യം ചെയ്യണം, വയനാട് DCC ട്രഷറിയത് കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബി.ജെ.പി. തിരുവഞ്ചൂര് അടക്കം അവിടെ വയനാട്ടിലെത്തുന്നു, സമിതി കുടുംബത്തെ കാണുന്നു. ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും പ്രതികരിക്കാനില്ലെന്ന് കുടുംബം പറയുന്നു. ചോദ്യം ചെയ്യുമ്പോഴും ഇനി പരാതി വേണമല്ലോ കുടുംബത്തിന്. അങ്ങനെ കുടുംബത്തിന് പരാതിയില്ല. അപ്പോൾ ഈ പ്രതിഷേധം ഉയർത്തിയ ബി.ജെ.പി. അടക്കം ഇത് തന്നെയാണ് CPM-നോടും ചോദിക്കാനുള്ളത്. ബി.ജെ.പിക്ക് സത്യത്തിൽ ആ രാഷ്ട്രീയ വിഷയവും രാഷ്ട്രീയ പ്രതിഷേധമൊക്കെ അവിടെ അവസാനിച്ചില്ലേ? നോക്കൂ അപർണ, ഇത് ഭാരതീയ ജനതാ പാർട്ടിയോ CPIM-ഓ സൃഷ്ടിച്ച ഒരു നാടകമോ തിരക്കഥയോ അല്ല. ഏറെക്കാലം പാർട്ടിയെ സേവിച്ച്, പാർട്ടിക്ക് വേണ്ടി ജീവിച്ച്, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും പാർട്ടിയുടെ നെടുന്തൂണുമായി വയനാട്ടിലെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോലും തയ്യാറായ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിക്കുകയും അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ കത്തുകളെ കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹം ഒരു പെടാപ്പാടുപെട്ട ഒരു ട്രാപ്പിൽ കുടുങ്ങിയപ്പോൾ തന്നെ ട്രാപ്പിൽ കുടുക്കിയത് താൻ വിശ്വസിച്ച തന്റെ നേതാക്കന്മാർ, MLA, മുൻ DCC-യുടെ നേതാക്കന്മാർ ഇവരൊക്കെയാണെന്നും ഇവരെ സാക്ഷിയാക്കി ഇവർക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ കുടുംബ സ്വത്ത് പണയപ്പെടുത്തി ഇത്തരമൊരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് എന്ന് അദ്ദേഹം തെളിവ് സഹിതം പുറത്തുവിടുകയും അദ്ദേഹം മരണത്തോട് മല്ലടിച്ച് ദിവസങ്ങളോളം ആശുപത്രിയിൽ കിടക്കുകയും. കേൾക്കാം ശ്രീ ജയചന്ദ്രൻ, ടി.പി. ജയചന്ദ്രൻ കേൾക്കാം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഈ ശ്രമത്തോടൊന്നും പ്രതികരിക്കാതിരിക്കുകയും ആ കുടുംബം ഇത്തരം പരിഹാരത്തിനു വേണ്ടി പാർട്ടിയെ നിരന്തരം കാണുകയും നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കുകയും അദ്ദേഹത്തിന് ലഭ്യമായ പാർട്ടിയുടെ MP, MLA, പഞ്ചായത്ത്, DCC പ്രസിഡന്റ് മുഴുവൻ ആളുകൾക്കും അദ്ദേഹം ദയാഹരികരിക്കുകയും ചെയ്തു. ഈ കത്ത് പുറത്തുവിടുന്നത് BJP-യോ CPM-ഓ അല്ല, ആ കുടുംബം തന്നെയാണ് പുറത്തുവിടുന്നത്. അദ്ദേഹം അക്കമിട്ട് ഓരോ കാര്യങ്ങളും പറയുകയാണ്. ഏത് പശ്ചാത്തലത്തിലാണ് താൻ ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നത്? കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് വേണമെങ്കിൽ ഇത് മുഴുവൻ വ്യാജമാണ്, തെറ്റാണ് എന്ന് പറയാതെ അദ്ദേഹത്തിന് തരമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി അന്വേഷണം അവിടെ നടക്കട്ടെ, പക്ഷേ ഈ വസ്തുതകൾ നമുക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടേയില്ല എന്നും അദ്ദേഹത്തിന് ബാധ്യതയില്ലെന്നും അദ്ദേഹത്തിന് വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണെന്നും പറയുന്നവർക്ക് അദ്ദേഹം എഴുതിയ കത്തിലെ കാര്യങ്ങൾ നിഷേധിക്കാൻ സാധിക്കുമോ? ഒരു ബാങ്ക് അത് പിടിച്ചെടുക്കാൻ അവിഹിത മാർഗത്തിലൂടെ താൻ പിടിച്ചെടുക്കാൻ താൻ നടത്തിയ പ്രവർത്തനങ്ങൾ പാർട്ടി, അദ്ദേഹം വന്ന് എന്റെ ഓർമ്മയിൽ അദ്ദേഹം വന്ന് DCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് അന്നത്തെ പ്രസിഡന്റിന്റെയും പാർട്ടിയുടെയും നിർദ്ദേശാനുസരണം താൻ അത്തരത്തിൽ പണം മുടക്കുകയും അത് ഭാവിയിൽ ലഭിക്കുമായിരുന്ന തസ്തികയിൽ നിന്നും വലിയ തുകയായി തിരിച്ചു കിട്ടുമെന്നും ഒരു ചെറിയ മുതൽ മുടക്കിലൂടെ നാളെ വലിയ തുകയായി നമുക്കൊക്കെ വീതിച്ചെടുക്കാമെന്നും നമുക്കൊക്കെ ഇത്തരത്തിൽ പാർട്ടിക്കും നമുക്കും ഗുണകാരമായ രീതിയിൽ ആവുകയുമാണ് എന്ന് രേഖാമൂലമുള്ള കത്ത് സ്വന്തം കൈപ്പടയിൽ എഴുതി പുറത്തുവിട്ടത് അദ്ദേഹത്തിന്റെ കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ആവശ്യത്തോട് നീതിപൂർവമായി പ്രതികരിക്കേണ്ടതല്ലേ? ഇവിടെ നേരത്തെ അനിൽകുമാർ തന്നെ ചൂണ്ടിക്കാണിച്ചു, ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് വരെ ആ കുടുംബത്തെ അവഹേളിക്കാനും തള്ളിപ്പളയാനും കുറ്റപ്പെടുത്താനും അധിക്ഷേപിക്കാനും ശ്രമിച്ചവർ ഇന്നൊരു സുപ്രഭാതത്തിൽ വീടിനെ പോയി ഒരുപക്ഷെ അത് കുടുംബത്തെ രക്ഷിക്കുന്നത് നല്ല കാര്യമാവാം. ഒരു വസ്തുത നമ്മുടെ മുമ്പിലില്ലേ? കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ തൊട്ടപ്പുറത്ത് പുൽപ്പള്ളിയിൽ ആത്മഹത്യ ചെയ്ത രാജേന്ദ്രന്റെ ഓർമ്മയുള്ള തൊട്ടിപ്പുറത്ത്, വിളിപ്പുറത്ത്, ഉറക്കെ പറഞ്ഞാൽ കേൾക്കുന്നിടത്ത് മറ്റ് നിരവധി ബാങ്കുകൾ കാണിച്ചുകൊണ്ട് വരാൻ പോകുന്ന തസ്തികയുടെ വിലപേശി പണം ഉറപ്പിക്കുകയും ആ പണം കൊടുത്ത ആളുകൾ അത് തിരിച്ചാവശ്യപ്പെടുകയും ചെയ്തപ്പോൾ തന്റെ നേതാവാണ് വാങ്ങിയതെന്നും അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന മുറയ്ക്ക് ഞാൻ ഇത് തരാമെന്നും പറയുന്നു. ഒരു അധ്യാപകനായ ഒരു പീറ്റർ എന്നാണ് എന്റെ ഓർമ്മ പേര്. അദ്ദേഹത്തിന്റെ കൈകളിൽ കിട്ടിയ അദ്ദേഹത്തിന്റെ രേഖാമൂലം ഈ മനുഷ്യൻ കൊടുത്ത കടലാസിന്റെ കുറിപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ നിഷേധിക്കാൻ സാധിക്കുമോ? ഒരുപക്ഷെ ഇന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്ക് കോൺഗ്രസുകാർക്ക് അതിൽ തള്ളി പറയേണ്ടി വന്നേക്കാം. പക്ഷെ വസ്തുതയല്ലാതാകുമോ? നിങ്ങൾ ഓട്ടയടച്ചാൽ തീരുന്നതാണോ ഈ വിഷയം? അതുകൊണ്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഇത് പച്ച കൊള്ളയാണ്. സഹകരണ സ്ഥാപനങ്ങൾ ശ്രീ ടി.പി. ജയചന്ദ്രൻ അവഹേളിച്ചു,
കേസ് രജിസ്റ്റർ ചെയ്യുന്നവരെ അപമാനിച്ചു, ഇത് മാനസിക പ്രശ്നം വരെ ഉണ്ടായിരുന്നു NM വിജയന്, അതുവരെ പറഞ്ഞു. ഈ വ്യക്തിപരമായ ബാധ്യതയാണ് എന്ന് ഇപ്പോഴും പറയുന്നു. കത്തിൽ വിശ്വസനീയത കാണിക്കുന്നില്ല. ഇതെല്ലാം ഉണ്ടായിട്ടും ഇനി ഞങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് കുടുംബം പറയുന്ന ഒരിടത്ത് കുടുംബം വിശ്വസിക്കുന്നത് BJP-യോ CPM-ഓ ഉന്നയിക്കുന്ന ഈ രാഷ്ട്രീയ ആരോപണങ്ങളല്ല, അത് കോൺഗ്രസ് പാർട്ടിയാണ് എന്ന് പറയുന്നു. അത് ആ ഒരു ലോയൽറ്റി ആണോ കാണുന്നത്, അതോ ബ്ലഡ് മണി പോലെ എന്തെങ്കിലും കൊടുത്ത് ഇത് ഒതുക്കി തീർത്തു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. കാരണം നമ്മളിപ്പോ ആ കുടുംബത്തിന്റെ അവസ്ഥ കാണണം. ആ കുടുംബത്തിന്റെ നെടുന്തൂണായ തങ്ങളുടെ പിതാവ് നഷ്ടപ്പെട്ടു. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളോട് അദ്ദേഹത്തോട് സഹകരിക്കുന്ന പാർട്ടി ആദ്യഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞു. ഒരുപക്ഷെ ഇപ്പോൾ പാർട്ടി നേതാക്കന്മാർ പോയി കുടുംബത്തോട് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്, ഞങ്ങൾ പരിഹരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ, ഒരു കേസ് നടത്തി ശിക്ഷിക്കുന്നതിനേക്കാളും കുടുംബം ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? അവർക്ക് ജീവിക്കാനുള്ള അവരുടെ അച്ഛന്റെ സ്വത്ത് സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുകയാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് നേരത്തെ നിരവധി നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഇനിയും അത്തരം ഒരു നഷ്ടം ഈ സംഭവിക്കുന്നതിനേക്കാളും പാർട്ടി നേതാക്കന്മാർ പറഞ്ഞത് വിശ്വസിക്കുകയല്ലാതെ ആ കുടുംബത്തിന് എന്താണ് ചെയ്യാനുള്ളത്? പക്ഷെ ഇവിടെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് ആ കുടുംബം വഞ്ചിക്കപ്പെടുകാൻ പോവുകയാണ്. ഇന്ന് സാന്ത്വനിപ്പിക്കുന്നവർ, ഇന്നലെ തള്ളിപ്പറഞ്ഞവർ, ഒരുപക്ഷെ ഇന്ന് താങ്കൾ പറഞ്ഞ മാതിരിയിൽ ചോരപ്പണം നക്കാപ്പിച്ച കൊടുത്തിട്ടുണ്ടാവാം, ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ ഇന്നലെയുള്ള കുടുംബത്തിന്റെ മാത്രമല്ല ദിവസങ്ങളോടെ കാത്തിരുന്നു. അപ്പോഴും അവരുടെ പ്രതീക്ഷ എന്തായിരുന്നു? ഈ കത്ത് പുറത്തു വിടരുത്, പുറത്തു വിടുന്നത് വരെ ആരെങ്കിലും വരും, ആശ്വസിക്കും. ഞങ്ങൾക്കുണ്ടായ നഷ്ടം അച്ഛനെ തിരിച്ചു കിട്ടില്ല, പക്ഷെ ഞങ്ങൾക്കുണ്ടായ മാനഹാനിക്കും ഞങ്ങൾക്കുണ്ടായ സാമ്പത്തിക നഷ്ടവും പാർട്ടി തരും. അതിന് ഭീഷണിപ്പെടുത്താവുന്ന അല്ലെങ്കിൽ അതിനുള്ള ഒരു ജാമ്യമായിട്ട് ഈ കത്തിന് ഉപയോഗിച്ചു. ആ കത്തിന്റെ വിവരങ്ങൾ അവർ KPCC പ്രസിഡന്റ് അടക്കം കയച്ചു. അദ്ദേഹത്തിന് തുറന്നു നോക്കാൻ പോലും അദ്ദേഹം സന്മനസ്സുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങളായി തീരുകയാണ് എന്നുള്ളതാണ് ഒരു വിഷയം.